ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ നേരെ ക്രിസ്മസ് ആയിട്ട് എറണാകുളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല, നമ്മുടെ അനിയൻ വർക്ക് ചെയ്യുന്നൊരു സ്ഥലത്തേക്കും കൂടിയും പോണത് ചെറായി ബീച്ചിൽ. കണ്ടോ, ഇവിടെയാണ് എൻ്റെ അനിയൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി ഫുൾ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് നേരെ ഇതിന് ഓപ്പോസിറ്റ് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അമ്മ വീട്ടിൽ പോവാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം ഗായ്സ്. ഇതാണ് എൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. ഓക്കെ, അപ്പോൾ പൊന്നു ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. പൊന്നു, അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ സ്ഥലങ്ങളെ കാണിച്ചു തരണം. എല്ലാം നമുക്കൊന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യണം. അച്ചുവിൻ്റെ റോള് കാണണം. അച്ചു ബാഗി പാൻറ് ഷൂ ഒക്കെ ഇട്ട് കുറച്ച് ഫ്രീക്കായിട്ടാണ് ഇന്ന് ഞങ്ങളിവിടെ വന്നേക്കുന്നത്. ഫുൾ സെറ്റായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അമ്മയോട് വാഷ്റൂമിൽ പോയിട്ടുണ്ട്. എവിടെയാ? അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഉള്ളാട്ടോ ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം നല്ല കിടിലൻ, നല്ല വൈബ്. ഈ ഭാഗത്ത് പൊന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് റൂമുകളും ഇതൊക്കെ ട്രീറ്റ്മെന്റ് റൂമാണല്ലേ. കൊള്ളാട്ടോ, നല്ല രസമുണ്ട് ഇവിടെ. അപ്പുറത്ത് കുളമുണ്ട്. ഇവിടെ എന്താ ട്രീറ്റ്മെന്റ് റൂം അല്ലേ? ഇതാണ് ട്രീറ്റ്മെന്റ് റൂം. അതെ, ഇതാണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് റൂം. അടിപൊളി, നൈസ്. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നമുക്ക് നേരെ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാം. അതല്ലേ പിന്നെ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാനുള്ള ഏരിയ അല്ലേ? ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നേരെ ഇവിടെ ആണോ റെസ്റ്റിംഗ് ഏരിയ ആക്കി മാറ്റി. ഇവിടെ കൊള്ളാം, അടിപൊളി. അങ്ങനെ ഞങ്ങൾ അടുത്തൊരു ഏരിയയിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെയാണ്. ഇവിടെ അടിപൊളി കേട്ടോ. ഇവിടെ നൈസ് പൂളുണ്ട്. പൂള് നല്ല ഏരിയ കേട്ടോ ഇവിടെ. ഇവിടെ നല്ല കിടിലം പൂളുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയ. പൊന്നോ, ഇനി ഞാൻ നഗ്നമായ സത്യം ഒന്ന് പറയും. ഇവിടുത്തെ ഓണറാണ് അക്കാനെ ഗർഭം 5 മാസമുള്ളപ്പോ. എന്റെ ഗർഭം അല്ല, അമ്മ പറഞ്ഞിട്ട് അക്ക വയറ്റിലിരിക്കുമ്പോ അമ്മ കഥ പറയും നോക്കിയിരുന്നത്. ഇപ്പോഴാണ് ആ സത്യം തിരിച്ചറിഞ്ഞത്. അപ്പോ ഞാൻ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോ എന്നെ ചികിത്സിച്ച ഡോക്ടറുടെ 5 മാസം ചികിത്സിച്ച ഡോക്ടറുടെ പ്രോപ്പർട്ടിയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഞാനിത് അറിയുന്നത്. ആ ഡോക്ടറൊന്ന് കാണാൻ പറ്റുമോ? ഞാൻ കണ്ടിട്ടില്ലെങ്കിലും. അപ്പം എന്തായാലും ഇവിടെ കൊള്ളാട്ടോ, നല്ല അടിപൊളി ഇതിലും വൈബുള്ള ഏരിയയാണ്. നൈസ്. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം ഗൈസ്. കമോൺ. പിന്നെ എന്താണ് ഇവിടെ വർക്ക് ചെയ്യണ എൻ്റെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് ഇവിടുത്തെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ പറയാം? അടിപൊളിയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സൂപ്പർ എൻജോയ്മെൻ്റ് ആണ് ഇവിടെ. പൊന്നിന് സുഖമാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പുഴ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കടല്. അപ്പോൾ കടലും പുഴയുടെ നടുക്കാണ്. രാവിലെയും വൈകിട്ടും നല്ലൊരു വൈബായിരിക്കും. അടുത്തത് ഇവിടെ കുളമുണ്ട് ഗൈസ്. കുളത്തിൽ മീൻ നോക്കുവാണ്. ദൈവമേ, അതെ, സോറി. അവിടെ ഉണ്ട്. അവിടെ ഇങ്ങനെ ഇതാവുന്നുണ്ടോ? അവിടെയാണ് എല്ലാ മീനും നിൽക്കുന്നത്. ഇവിടെ നല്ല താമര, കിടിലം വൈബ്, കൊള്ളാം. നമ്മളിത് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ക്രിസ്മസിൻ്റെ പരിപാടികളുണ്ട്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അല്ല? യെസ്. കുറേ ട്രീകളുണ്ട്. അപ്പോൾ അതിനിങ്ങനെ പേരൊക്കെ മെൻഷൻ ചെയ്ത് നല്ല നീറ്റായിട്ട് ആണോ? ഓ, ഇതൊക്കെ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്നതാണ്. ബൈക്ക് ഇരിക്കുന്നുണ്ട് ഗൈസ്. പൊന്നിൻ്റെ ബൈക്ക് അവിടെ മൂടി വെച്ചിരിക്കുന്നു. ഇവിടെയാണ് പൊന്നിൻ്റെ അക്കോമഡേഷൻ വരുന്നത്. നല്ല കിടലും വൈബാട്ടോ. അത് പൊന്നിൻ്റെ ഫ്രണ്ട്സൊക്കെയാണ്, എല്ലാവരും ഇവിടെ ഉണ്ട്. ഇവിടെ ഗസ്റ്റൊക്കെ ഉണ്ട്. അത് ഞാനിങ്ങനെ മെല്ലെ സംസാരിക്കുന്നത്. പൊന്നപ്പൻ നമുക്ക് ഇനി പുറത്തിറങ്ങാം. ഇത് നേരെ പുറത്തേക്കുള്ള വഴിയില്ലേ? അപ്പോൾ നമ്മൾ നേരെ അവിടെ ഇറങ്ങി നമ്മൾ എൻട്രൻസിൻ്റെ അങ്ങോട്ട് എത്തി. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. കൊള്ളാം. എന്തായാലും എല്ലാം നല്ല കിടലും വൈബാണ് കേട്ടോ. നല്ല അടിപൊളി റിസോർട്ട്. കുഞ്ഞു പുൽക്കൂട്ടുണ്ട് ഗൈസ്. നൈസ്, ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. കൊള്ളാം, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പുഴ, നേരെ ഇവിടെ നോക്കുമ്പോൾ കടൽ കണ്ടോ. കടലിൻ്റെ സൈഡിലാണ് അവിടെ ക്രിസ്മസിൻ്റെ പരിപാടി നടക്കുന്നത്.
ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കടലാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയാലോ? ഓക്കെ ഗൈസ്, ഇവിടെ ഫുള്ള് ക്രിസ്മസ് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് അപ്പുറത്തെ കടലാണ്, കടലിന്റെ സൈഡിൽ ഫുള്ള് ഇതുപോലത്തെ പരിപാടികളാണ്. അപ്പോൾ നമ്മള് റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത പരിപാടി ഇവിടെ ബീച്ചിൽ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട് ക്രിസ്മസിന്റെ. അപ്പോൾ നമുക്കത് കാണണ്ടേ. അവിടെ ഇതെല്ലാം എല്ലാ പരിപാടികളും ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ. കുറേ സംഭവങ്ങളുണ്ട്. അച്ചോടി ഉണ്ട്, നടന്നോ. പൊന്നമ്മ അവിടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് കിടക്കാം, നമുക്ക് നോക്കാം. അവിടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ എന്തോ കിടന്ന് അലമ്പാക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. അങ്ങനെ ഗൈസ് അച്ചു അമ്മയും കപ്പിൾ ഫോട്ടോ എടുക്കാണ് ഗൈസ്. അവിടെ കപ്പിൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കപ്പലണ്ടി കൊതിയെത്തിയായി അമ്മ കപ്പലണ്ടി വാങ്ങിയിരിക്കുന്നു ഗൈസ്. എവിടെ പോയാലും ഒരു പുതിയ കപ്പലണ്ടി ഇല്ലാതെയുള്ള പരിപാടിയില്ല. അയ്യോ, അത് പറഞ്ഞപ്പോ പാട്ട് ഓഫ് ചെയ്തില്ല. എത്ര നേരം ഞാൻ ഓളിയിട്ട് വരുന്നു. എനിക്കൊരു കപ്പലണ്ടി. താങ്ക് യു. പൊന്നിനോട് കൊടുക്കുമോ കപ്പലണ്ടി? പൊന്നിന്റെ ഫ്രണ്ട്സിനായിട്ട് അവിടെ സംസാരിച്ചിരിക്കുകയാണ് ഗൈസ്. നമുക്കവിടെ കടലുണ്ട്, ഞാൻ പറഞ്ഞില്ല ഓപ്പോസിറ്റ് സൈഡ് കടല. നമുക്ക് നേരെ കടപ്പുറത്തേക്ക് പോവാം, കടല് കാണാം ഗൈസ്. നേരെ അവിടെ ഡാൻസ് നടക്കുന്നുണ്ട്. രണ്ടുപേര് പോകുന്നു നോക്ക് ഗൈസ്, അച്ഛനും മോനും. ബാഗി പാന്റും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. ഏയ് ഞാനും ബ്ലാക്ക് ആണ് കേട്ടോ, ഞാനും ബ്ലാക്ക് ഇട്ടേക്കുന്നത് ഗൈസ്. നമ്മൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ നേരെ നമ്മുടെ അമ്മ വീട്ടിൽ പോവാണ്. ഇനിയിപ്പോ നേരെ അങ്ങോട്ടാണ്. അപ്പോൾ പൊന്നപ്പന്റെ അക്കോമഡേഷൻ ഇവിടെയാണ്. അപ്പോൾ വണ്ടി ഇവിടെ മൂടിയിട്ടേക്കോ. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കണം. പൊന്നെ അങ്ങോട്ട് കീ എടുക്കാൻ പോയിട്ടുണ്ട്. സോ വണ്ടി എടുത്ത് നേരെ ഇനി വരാപ്പുഴയിലേക്ക് പോവാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് പോവാം. Come on. ഗൈസ്, അപ്പം ഞാനും പൊന്നും ഞാൻ ബൈക്കിൽ കയറി. ഞങ്ങൾ ഇനി നേരെ മാമന്റെ വീട്ടിൽ പോവാം. നമുക്ക് നേരെ ബൈക്ക് യാത്രയെല്ലാം കൊണ്ടുപോകാം ഗൈസ്. ലെറ്റ്സ് ഗോ. നമ്മള് ഇവിടെ ഏകദേശം എത്താറായി. ഞാൻ വ്ളോഗ് എടുത്തതാ, പേടിക്കണ്ട. Where is it? This is... Oh my God. ഓണടിക്കാം, നമുക്ക് ഓണടിക്കാം. നമ്മൾ ഇവിടെ വരുമ്പോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇവിടെ ഒരുത്തനുണ്ട് ഗൈസ്, കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. നമുക്ക് ആദ്യം ഗേറ്റ് അടയ്ക്കാം. അങ്ങനെ നമ്മൾ ഫൈനലി എറണാകുളം എത്തിയിരിക്കുന്നു. സിമ്പിൾ ആൻഡ് ഹംബിൾ ആണ്. പിന്നെ എന്താണ് ഒളിച്ചെടുക്കണേ? പിണങ്ങിയ നമ്മള് കേക്ക് മുറിക്കുന്നതോടെ. ഹലോ, അപ്പൊ നമ്മള് നേരത്തെ കേക്ക് കട്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ രാജേഷ് മാമ താടിയൊക്കെ ഇട്ടിച്ച് കണ്ടുകൊണ്ടാണ്. താടിയൊക്കെ ഇട്ടിച്ചുകൊണ്ട് അപ്പോ നമ്മളിവിടെ ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്തു. ഇതിനടുത്ത് ഫുഡ് കഴിക്കും, കഴിക്കാം, ഫുഡ് കഴിക്കാം. അത് കഴിഞ്ഞ് കിടന്നുറങ്ങാം. പിന്നെ നാളെ ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നാളെ വീണ്ടും
ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു. അങ്ങനെ അധികമായിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കസിൻസിനായിട്ടൊന്ന് പുറത്തൊക്കെ പോയി ഇങ്ങനെ കൂടി വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇന്നിപ്പോൾ മോർണിംഗ് എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. ഞാൻ കാണിച്ചത് ലൂതർ. ദിസ് ഇസ് അവർ ലൂതർ. ഹായ് ലൂതർ, ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. ഇതാണ് നമ്മുടെ ലൂതർ റൂട്ട്. നമ്മൾ രാത്രിയൊക്കെ ഒരുമിച്ച് ഉറങ്ങണത് ബെഡിലാണ്, ഒരുമിച്ചേ കിടക്കത്തുള്ളൂ അല്ലേ? ഒരുമിച്ചല്ലേ കിടക്കുക അല്ലേ? ഒരു ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് എൻ്റെ വീട്ടിൽ പോകും. എറണാകുളത്തുള്ള മാമൻ്റെ വീട്ടിലെ. അപ്പോൾ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നേരെ നാട്ടിൽ പോകും. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പോണേക്ക് പൊന്നപ്പൻ്റെ അടുത്ത് ഒന്നുകൂടിയും കയറണം. പൊന്നപ്പനെ കണ്ടിട്ട് വീണ്ടും ഞങ്ങൾ തിരിച്ച് ഗുരുവായൂർ പോകും. അപ്പോൾ അല്ലേ ലൂട്ടരെ? അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. ബൈ ബൈ. അപ്പൊ ഇതാണ് നമ്മുടെ ലൂതറിന്റെ ആള്. അതിലെ ഹായ് പറഞ്ഞേ. അതില് വീഡിയോയില് വരാൻ ഭയങ്കര മടിയാണ് ഗൈസ്. ഞാൻ എത്ര പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് ഫ്രെയിമിൽ വരുന്നില്ല ഗൈസ്. ലൂതർ, അപ്പൊ നമ്മള് ലൂതറിനോട് സെറ്റ് പറയും അല്ലേ ലൂതർ? അതുപോലെ വീഡിയോയില് വരാൻ ഭയങ്കര മടിയാണ് ഗൈസ്. ഒരു കുറച്ച് ഇച്ചിരി അതല്ലേ, ഒരു 2 വാക്ക്. എന്നാലും വീഡിയോയില് വരാൻ ഭയങ്കര മടിയാണ് ഗൈസ്. അങ്ങനൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറഞ്ഞൂടാ. ലൂതർ, നമുക്ക് ലൂതറിനെ കുറച്ച് ഫോട്ടോസ് എടുക്കാം. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് അവിടെ നിന്ന് കുറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞ. അപ്പൊ ഞങ്ങൾ വീണ്ടും തിരിച്ച് പൊന്നുവിന്റെ അടുത്തേക്ക് വീണ്ടും ചെറായി ബീച്ചിലേക്ക് പോവുകയാണ് ഗൈസ്. അഗൈൻ ചെറായി ബീച്ച്. അവിടെ ഇന്നിപ്പോ ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല ക്രൗഡ് ഉണ്ടാവും തോന്നുന്നു. ഇപ്പൊ ഇതാണ് നമ്മൾ ചെറായി ബീച്ചിലേക്ക് പോകുന്ന വഴി. കിട്ടില്ലേ. നമ്മള് ചെറായി എത്താറായി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ബ്ലോക്കാണ് ഗൈസ്. ഫുള്ള് നല്ല ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മള് ചെറായി ബീച്ചിലെത്തി. പക്ഷെ ഇവിടെ എത്തി എന്താ പരിപാടി എന്ന് വെച്ചപ്പോ നല്ല കടിക്ക് എന്താണത്, ഉപ്പും മുളകും കൊണ്ടുവന്ന് മാങ്ങയും കൊണ്ടുവന്ന്. അവിടെ ആൾക്കാര് മാങ്ങ വിൽക്കുമ്പോൾ ഞങ്ങളിവിടെ നാച്ചുറൽ മാങ്ങ കടിച്ച് തിന്നുന്നു. കൊമ്പളവും പൊന്നു എടുത്തുകൊണ്ടെന്ന് ഗൈസ്. കൊറേ നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. നമ്മളിവിടെ ചെറിയ ബീച്ചില് കുറെ പട്ടങ്ങളുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒട്ടകമുണ്ട് ഗൈസ്, ഒട്ടകം. നമുക്കിവിടെ ഒട്ടക റെഡി ചെയ്യാം. ഏണിയൊക്കെ ഉണ്ടല്ലോ ഒട്ടകത്തിന് പുറത്ത് കയറാൻ. പൊന്നു കയറുന്നാ? കേറിട്ട് വാ, റൈഡ് പോയിട്ട് വാ. അവിടുന്ന് ഒരു ഒട്ടകം വരുന്നുണ്ട് ഗൈസ്. ഇവിടെ വമ്പിച്ച ബിസിനസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒട്ടകത്തിന് പുറത്തിറങ്ങാൻ എത്ര പൊന്ന പൈസ? 300 രൂപയാണ്. ജസ്റ്റ് അവിടെ നിന്നും പോയിട്ട് തിരിച്ചു വരും. അയ്യോ ചേച്ചി ഓടി. എടാ എന്റെ വാലിലേക്ക് നോക്കി. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുവാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇന്നലെ തുടങ്ങിയോടെ തന്നെ നമ്മൾ തിരിച്ചെത്തി. പൊന്നുന്റെ റിസോർട്ട് നമ്മൾ ഇവിടെ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ 2 ദിവസത്തെ പരിപാടി ഇത്ര ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഓക്കെ, ബൈ.